ചോദ്യം ചെയ്ത കോൺഗ്രസിന് മറുപടിയായി രാജ്നാഥ് സിംഗ്. രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിനെതിരെ കോൺഗ്രസ് പാർട്ടിക്കെതിരെ വെള്ളിയാഴ്ച രൂക്ഷ വിമർശനവുമായി പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ്. RSSനെ അമ്മയുടെ സ്നേഹവുമായി താരതമ്യം ചെയ്തുകൊണ്ട് ദേശീയ സേവനത്തിന്റെ ആത്മാവിൽ പ്രവർത്തിക്കുന്ന ഒരു നാഗരിക സംഘടനയായതിനാൽ RSSന് രജിസ്ട്രേഷനോ സർട്ടിഫിക്കേഷനോ സർക്കാർ അംഗീകാരമോ ആവശ്യമില്ലെന്നാണ് അദ്ദേഹം പറഞ്ഞത്. രാഷ്ട്രം ആദ്യം എപ്പോഴും ആദ്യമെന്ന മനോഭാവത്തോടെയാണ് സംഘം എപ്പോഴും പ്രവർത്തിച്ചിട്ടുള്ളതെന്ന് ഡൽഹിയിൽ നടന്ന ഒരു പുസ്തക പ്രകാശന ചടങ്ങിൽ സംസാരിക്കവെയാണ് രാജ്നാഥ് സിംഗ് പറഞ്ഞത്. അതിന്റെ ഫലമായി ലോകത്തിലെ ഏറ്റവും വലിയ സന്നദ്ധ സംഘടനയായി RSS മാറിയിരിക്കുന്നു. കോൺഗ്രസിനെ ലക്ഷ്യം വെച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, അടുത്തിടെ ഒരു മുതിർന്ന കോൺഗ്രസ് നേതാവ് RSS എന്തുകൊണ്ട് രജിസ്റ്റർ ചെയ്യുന്നില്ല എന്ന് ചോദിച്ചു. അത്തരം ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകരുത്. കാരണം ഭരണഘടന ഓരോ വ്യക്തിക്കും ഒരു സംഘടന രൂപീകരിക്കാനുള്ള അവകാശം നൽകുന്നു. ഒരമ്മയുടെ സ്നേഹത്തിന് ലൈസൻസ് ഇല്ല. ഒരു ഗുരുവിന്റെ മൂല്യങ്ങൾക്ക് ഒരു സർക്കാർ മുദ്രയും ആവശ്യമില്ല. ഗംഗാമാതാവിന് ഒഴുകാൻ ലൈസൻസ് ആവശ്യമില്ല. സൂര്യന് പ്രകാശം നൽകാൻ രജിസ്ട്രേഷൻ ആവശ്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് രാജ്നാഥ് സിംഗ് തന്റെ കാര്യം ഉദാഹരണങ്ങളിലൂടെ വ്യക്തമാക്കി. RSS ഒരു നാഗരിക ശക്തിയാണെന്നും അതിന് ഒരു സർട്ടിഫിക്കേഷനോ സാധൂകരണമോ ആവശ്യമില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. സേവനമാണ് പരമമായ പുണ്യമെന്ന മനോഭാവത്തോടെ സംഘം തുടർച്ചയായി ദേശീയ സേവനത്തിൽ ഏർപ്പെട്ടിരിക്കുന്നു. ഭാവിയിലും അത് തുടരും. അതേസമയം ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ട് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് പാർലമെന്റിൽ നടത്തിയ പരാമർശങ്ങൾക്കെതിരെ രൂക്ഷ വിമർശനവുമായി കോൺഗ്രസ് രംഗത്തെത്തിയിരുന്നു. ദൗത്യത്തിനിടെ വീരമൃത്യു വരിച്ച 6 ഇന്ത്യൻ സൈനികരെ കുറിച്ച് ലോക്സഭയെ തെറ്റിദ്ധരിപ്പിച്ചു എന്നാണ് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ പ്രതിരോധ മന്ത്രിക്കെതിരെ അവകാശ ലംഘന നടപടികൾക്ക് അനുമതി തേടിയത്. എന്നാൽ രാജ്നാഥ് സിംഗിന്റെ പ്രസ്താവന സന്ദർഭത്തിൽ നിന്നും അടർത്തി മാറ്റി ഭാഗികമായി മാത്രം ഉദ്ധരിച്ചാണെന്ന് വ്യക്തമാക്കിക്കൊണ്ടാണ് കേന്ദ്ര സർക്കാർ ഈ ആരോപണം തള്ളിയത്. കഴിഞ്ഞ വർഷം ലോക്സഭയിൽ ഓപ്പറേഷൻ സിന്ദൂറിനെ കുറിച്ച് നടന്ന ചർച്ചയിൽ പ്രതിരോധ മന്ത്രി പച്ചക്കള്ളമാണ് പറഞ്ഞതെന്ന് KC വേണുഗോപാൽ കുറ്റപ്പെടുത്തിയിരുന്നു. ദൗത്യത്തിനിടെ വീരമൃത്യു വരിച്ച 6 സൈനികരെ കുറിച്ചുള്ള വിവരങ്ങൾ പൊതുജനങ്ങളുമായി കൃത്യമായി പങ്കുവച്ചിരുന്നില്ലെന്നും അദ്ദേഹം ആരോപിച്ചു. എക്സിലെ ഒരു പോസ്റ്റിൽ വേണുഗോപാൽ ചോദിച്ചു, ഒരു ഇന്ത്യൻ സൈനികൻ പോലും വീരമൃത്യു വരിച്ചിട്ടില്ലെന്ന് 2025 ജൂലൈയിൽ അദ്ദേഹത്തിന് എങ്ങനെ പറയാൻ കഴിയും? ഇപ്പോൾ 1 വർഷത്തിന് ശേഷം നമുക്ക് 6 ജവാന്മാരെ നഷ്ടപ്പെട്ടുവെന്ന് സൈന്യം പ്രഖ്യാപിക്കുന്നു. ഇത് രക്തസാക്ഷികളായ സൈനികരുടെ കുടുംബങ്ങളെയും സായുധ സേനയെയും അപമാനിക്കുന്നതിന് തുല്യമാണെന്നും രാജ്യത്തെ സേവിക്കുന്നതിനിടയിലാണ് ആ സൈനികർ തങ്ങളുടെ പരമാവധി ത്യാഗം ചെയ്തതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. നമ്മുടെ ശത്രുക്കളിൽ നിന്നും നമ്മുടെ രാഷ്ട്രത്തെ സംരക്ഷിക്കുന്നതിനിടയിലാണ് അവർ വീരമൃത്യു വരിച്ചത്. ദേശീയവാദികളെന്ന് അവകാശപ്പെടുന്ന സർക്കാർ അവരുടെ രക്തസാക്ഷിത്വത്തെക്കുറിച്ചുള്ള കള്ളം പറയുകയാണ് ചെയ്തതെന്നാണ് വേണുഗോപാൽ കുറ്റപ്പെടുത്തിയത്. ഒരു മന്ത്രിസഭയെ തെറ്റിദ്ധരിപ്പിക്കുകയോ വിവരങ്ങൾ മറച്ചുവെക്കുകയോ ചെയ്താൽ അത് പദവി ലംഘനവും സഭയോടുള്ള അവഹേളനവുമാണെന്ന് സുസ്ഥാപിതമായ പാർലമെന്ററി മാനദണ്ഡമാണെന്നും അദ്ദേഹം പറഞ്ഞു. ഈ അടിസ്ഥാനത്തിൽ പ്രതിരോധ മന്ത്രിക്കെതിരെ അവകാശ ലംഘന നടപടികൾ ആരംഭിക്കണമെന്നാവശ്യപ്പെട്ട് താൻ ലോക്സഭാ സ്പീക്കർ ഓം ബിർളയ്ക്ക് കത്ത് നൽകിയിട്ടുണ്ടെന്നുമാണ് അദ്ദേഹം വ്യക്തമാക്കിയത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.